വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു വൈറലായിട്ടുള്ളൊരു പാക്കും കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ പാക്ക് ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മുടെ ഡോക്ടർ മനോജ് ജോൺസൻ്റെ ഒരു വൈറൽ പാക്കും കൂടിയാണ്. ഒരുപാട് പേര് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല റിസൾട്ടൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ കമൻറ്റ് ബോക്സിൽ ഫുൾ ഇതിനെ കൊണ്ട് തന്നെയാണ് ചർച്ചയും കൂടി ചെയ്തത്. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ ഇതൊന്ന് ശ്രദ്ധിച്ചേട്ടാ. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതൊന്ന് ചെയ്ത് നോക്കുന്നത്, നമ്മുടെ ഫേസിലേക്കൊന്ന് ഇട്ട് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൊക്കെ ഒരു 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് തിരിയുക. പെട്ടെന്ന് നമുക്കിത് ഇട്ടിട്ട് എന്താ സംഭവിക്കുന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ നല്ല റിസൾട്ടൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫേസിൽ മാത്രമല്ല ബോഡിയിൽ ഫുള്ളായിട്ട് നമുക്കിത് ഇട്ട് വെക്കാമെന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കൂടി ഒന്ന് ചെയ്തേക്കട്ടെ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു കപ്പിൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പാലാണ് ഇപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്കത് തോന്നുന്നു ഞാൻ ഫസ്റ്റാണിത് ചെയ്യാൻ തന്നെ. കാരണം വെച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പാലിലേക്ക് ഇതുപോലെ ശർക്കര ഇട്ടപ്പോൾ തന്നെ നമ്മുടെ പാല് എന്താ പറയുക പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചത് പാലും ഇതും റെഡിയായി വന്നില്ല എന്ന് വെച്ചാൽ ഞാനത് കളയാണ് ചെയ്തത്. അപ്പം പിന്നെയാണ് ഇതൊന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് നിന്ന് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പിരിഞ്ഞു പോയാലും സാരമില്ല, അതൊന്നും കൂടി പതപ്പിച്ച് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. പക്ഷേ ഞാൻ ഒട്ടും ഒട്ടും റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് കളഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ വീണ്ടും ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ പാലിൽ കുറച്ചൊന്ന് പതക്കുമ്പം തന്നെ ഇതിലേക്ക് ശർക്കര, ഞാൻ പൊടിച്ച ശർക്കര ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ കൈ വിടാതെ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ട് വേണം ഇതൊന്ന് പാകമാകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ ഇതിൻ്റെ കുറുകി വരുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ടൈറ്റായിട്ട് വേണമെങ്കിൽ ടൈറ്റായിട്ട് എടുക്കാം, കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ ലൂസാക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്കിത് തണിഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പാക്ക് ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള സാധനം. ഞാൻ കുറച്ചും കൂടിയും എന്താ പറയുക, ഇതിപ്പോൾ ഞാൻ കുറച്ച് നല്ല കട്ടിയിലാണ് ഈ പാക്ക് ആക്കി വെച്ചിട്ടുള്ളത്. കുറച്ചും കൂടി ലൂസ് വേണമെങ്കിൽ കുറച്ചും കൂടി ലൂസാക്കാം. കുറച്ച് മിൽക്ക് ആഡ് ചെയ്യാമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നല്ല കട്ടി രൂപത്തിൽ തന്നെയാണ് ഇതാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 2 ദിവസത്തേക്കൊക്കെ നമുക്ക് ഫ്രഷായിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ നമുക്ക് 2 ദിവസത്തേക്ക് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ട സമയത്ത് ഒന്നും കൂടി ഇതേപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ചൂടാക്കിയിട്ട് ഇത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി തണുത്ത് ആറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കാരണം വെച്ചാൽ മുഖം തന്നെ പൊള്ളിപ്പോകുന്നൊരവസ്ഥയുണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഫേസിലേക്ക് വന്നിട്ടു. എനിക്കതൊരു പായസത്തിൻ്റെ മണം, അങ്ങനത്തെ അങ്ങനെ സ്മെല്ലൊക്കെ വരുന്നത്. നമ്മുടെ തേങ്ങാ മിഠായില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ. കുഴപ്പമില്ല, നമുക്കിത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല തിക്കായത് കൊണ്ട് തന്നെ നന്നായിട്ട് സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടും കൂടിയുണ്ട്. കാരണം വെച്ചാൽ വെള്ളയല്ലേ എടുത്തത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥയാണ്. എനിക്കിതുപോലത്തെ സാധനം ഒന്നാമതിടുന്ന ഒട്ടും ഇഷ്ടമല്ലാത്ത കക്ഷിയാണ് കേട്ടോ, ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്ന സാധനങ്ങളൊക്കെ. പിന്നെ ഇത് ഫേസിൽ മാത്രമാണ് ഇപ്പം ഞാൻ ഇട്ട് നോക്കുന്നത്. അതിൻ്റെ റിസൾട്ടൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ബോഡിയിലൊക്കെ നമുക്ക് ഇട്ട് നോക്കാം. അപ്പം ഞാൻ ഫേസിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്താ സംഭവിക്കാമെന്ന് നോക്കി നോക്കാം കേട്ടോ ഗൈസ്. മുടിയിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പം മുടി വെച്ച് ബാക്കി എല്ലാവരുടെയും അപ്ലൈ ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഫേസിലേക്ക് നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കട്ടെ അല്ലേ. അപ്പം നമ്മുടെ സ്കിന്നിലുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതേപോലെ മുഖത്തെ കരിവാളിപ്പൊക്കെ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ പാടുകളുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 15 ദിവസം ആണ് തോന്നുന്നു അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം തന്നെ നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടും. ബ്ലാക്ക് ഹെഡ്സൊക്കെ പോക്കാൻ വേണ്ടി ശർക്കര നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. ശർക്കര വെച്ചിട്ട് ബ്ലാക്ക് ഹെഡ്സൊക്കെ നന്നായിട്ട് പോകും. സ്മെല്ലൊക്കെ ഉണ്ട്, എനിക്ക് ആ തേങ്ങാ മിഠായിൻ്റെ ഒരു സ്മെല്ലൊക്കെ തന്നെയാണ് വരുന്നത്, ആ പാലിൻ്റെ സ്മെല്ലും. പിന്നെ വെച്ചാൽ നമ്മൾ ഇതുപോലെ പാൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പാൽ ചൂടാക്കുന്ന സമയത്ത് ചെറിയൊരു വെണ്ണ പോലത്തെ സംഭവം കിട്ടുമല്ലോ മേലെ, അതുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നന്നായി മോയ്സ്ചറൈസ് ആയിട്ട് നമ്മുടെ സ്കിന്ന് കിട്ടും. അപ്പോൾ
പാല് തന്നെ നല്ലൊരു മോയ്സ്ചറൈസർ തന്നെയാണ് സംഭവം. അപ്പോൾ നമുക്ക് കണ്ണിൻ്റെ അവിടെ ഇട്ട് കൊടുക്കാം. കാരണം വെച്ചാൽ നാച്ചുറലായിട്ടുള്ള പാക്കും കൂടിയാണ്. പിന്നെ വെച്ചാൽ ഡോക്ടർ പറഞ്ഞ സംഭവമല്ലേ, എന്തായാലും നമുക്ക് വിശ്വസിച്ചിട്ട് ഉപയോഗിച്ച് നോക്കുകയൊക്കെ ചെയ്യാനും പറ്റും കേട്ടോ. പിന്നെ എൻ്റെ ഡൗട്ട് എന്ന് വെച്ചാൽ ഇത് ഉണങ്ങുമോ എന്നാണ് എൻ്റെ ഡൗട്ട്. കാരണം ചിത്ര സ്റ്റിക്കി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത് ഡ്രൈ ആകുമോ ഇല്ലയോ എന്നറിയില്ല. എന്നാലും നമുക്കിത് വെച്ച് നോക്കാം ഗൈസ്. ഇപ്പോൾ ഫേസിലേക്ക് ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്കൊന്ന് വെച്ച് നോക്കാം നല്ലതാണോ അല്ലയോ എന്ന്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാട്ടോ. എന്തായാലും ഓരോ പാക്കും ഓരോ ഹാക്കും അങ്ങനെയൊക്കെ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ടാണ്. വലിയ പ്രതീക്ഷയും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. എന്നാലും പക്ഷേ ഡോക്ടറിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15 ദിവസം ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്താലാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുകയാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് വെച്ചാൽ അമേസിങ് റിസൾട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സത്യമാണോ അല്ലയോ എന്ന് നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ പാക്ക് ഇട്ട് നോക്കുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള പാക്ക് ഇട്ട് നോക്കുന്നത്. അപ്പോൾ ഗൈസ് ഒരു 10-20 മിനിറ്റ് ഞാൻ ഫേസിൽ ഇതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ള വെച്ചാൽ ഭയങ്കരമായിട്ട് ഇത് ഡ്രൈ ആകാൻ വെക്കണ്ട. ഒന്നാമത് ഡ്രൈ ആകില്ല. പിന്നെ ഇതിൻ്റെ ഡ്രൈനെസ് ഒരു 10-20 തന്നെ വെച്ച് കൊടുത്ത് മാത്രം നമുക്ക് മതി തോന്നുന്നു. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കുന്ന സാധനമാണ്. അതുകൊണ്ടാണ് ഡ്രൈ ആകില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇനി ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ എടുത്ത് നമ്മുടെ മുഖത്തേക്ക് കുറച്ച് വെള്ളം ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഈ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതേണ്ട ഇങ്ങനെയാണ് ഡ്രൈ ആകാൻ തോന്നുന്നു. എന്തായാലും 10-20 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ എന്തായാലും അബ്സോർബ് ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ വെള്ളം എടുത്തിട്ട് ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്തൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അതിൻ്റെ വെള്ളം കഴുകി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊന്ന് വെള്ളം എടുത്തിട്ട് ഒന്ന് നനച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് നന്നായിട്ട് നനച്ച് കൊടുത്തിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം ആരും ഇത് നനച്ച് കൊടുക്കാതെ ഒന്നും മസാജ് ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ മുഖത്ത് നന്നായിട്ട് ചുളിവ് വരേണ്ട സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വെള്ളം എടുത്തിട്ട് ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഭയങ്കര കട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത് നനച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് ഞാൻ കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ലുക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റിസൾട്ട് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ മോയ്സ്ചറൈസറായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല മോയ്സ്ചറൈസർ ആയിട്ടുണ്ട്. നമ്മുടെ സ്കിന്ന് ഒരു ഡ്രൈ ആക്കാതെ നല്ല ഒരു സോഫ്റ്റ് ആൻഡ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ചെറിയൊരു തോതിൽ ഒരു ബ്രൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് വെളുപ്പിക്കോ നല്ല ബ്രൈറ്റ്നെസ്സോ അങ്ങനത്തെ അല്ല, ചെറിയൊരു ബ്രൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിച്ചാലേ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് തിരിയുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്തുതരാം. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളത് വീഡിയോ വേറൊന്ന് ചെയ്തുതരാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് എനിക്കിതിൻ്റെ റിസൾട്ട് കിട്ടിയത്. സംഭവം വെച്ചാൽ അടിപൊളിയാണ്. നമ്മുടെ പാലിൻ്റെ ഒരു മോയ്സ്ചറൈസർ അതിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല സ്കിന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനൊരു മോയ്സ്ചറൈസർ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മുഖമൊന്ന് നമുക്ക് തുടച്ച് നോക്കാം ഗൈസ്. പിന്നെ പറയാനുള്ളത് വെച്ചാൽ നമ്മൾ സ്കിന്നിൽ ഇപ്പോൾ എന്ത് ഇട്ടാലും നമ്മൾ മുഖം ഇതുപോലെ എന്തെങ്കിലും ഫേസ് പാക്ക് ഉപയോഗിച്ചാലും അതുപോലെ നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകുമ്പോഴും എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് മുഖം ഒരിക്കലും തുടക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ സ്കിന്നിന് എന്തായാലും ഡാമേജ് വരാൻ നല്ല സാധ്യതയുണ്ട്. ഇതുപോലെ ഒപ്പി കൊടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മോയ്സ്ചറൈസ് ആക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക. പിന്നെ വെച്ചാൽ എനിക്ക് ഇത് ഇട്ടപ്പോൾ നല്ല മോയ്സ്ചറൈസ് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പം ഭയങ്കര തണുപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ എടുത്തിട്ട് മുഖം ഒന്ന് മോയ്സ്ചറൈസ് ആക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഈ പോൺസിൻ്റെ മോയ്സ്ചറൈസറിനെ പറ്റിയിട്ട്. അപ്പം ഞാൻ ഒരുപാട് വർഷം യൂസ് ചെയ്തൊരു മോയ്സ്ചറൈസറാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ വേറെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന്
കൊടുക്കാം. സംഭവം സ്കിന്നിന് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് അപ്പം മനസ്സിലാവും. ഞാൻ ഈ കണ്ണിൻ്റെ വീഡിയോ ആക്കിയിട്ടില്ല, അപ്പോൾ വീഡിയോ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ചെറുതായിട്ടൊന്ന് മനസ്സിലാവും. അപ്പോൾ കുഴപ്പമില്ല സംഭവം. നിങ്ങളൊന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡോക്ടർ ജോൺസൻ്റെ ഈ വൈറൽ പാക്ക് എന്തായാലും എനിക്ക് ചെറുതായിട്ടൊന്ന് സക്സസ് ആയിട്ടുണ്ട്. എന്തായാലും ഇതൊന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.